ഇറാനെതിരെ ട്രംപിന്റെ നീക്കങ്ങൾ തുടരുമ്പോൾ പ്രതിസന്ധിയിലായി ഇന്ത്യയുടെ ചബഹാർ. ഇറാനെതിരെ US സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചതോടെ അനിശ്ചിതത്വത്തിലായി ഇന്ത്യയുടെ ചബഹാർ തുറമുഖവും. ഇറാനുമായി സാമ്പത്തിക ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെയും പൂട്ടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ വ്യാപാരത്തിൽ ഇന്ത്യക്ക് നിർണായകമായ ഇറാനിലെ ചബഹാർ തുറമുഖ നടത്തിപ്പിന് ഇളവ് വേണമെന്ന് ഇന്ത്യ US-നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ അനുകൂല നിലപാടുണ്ടായിട്ടില്ല. ഇതോടെ ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇറാനിയൻ കമ്പനികൾക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. സംഘർഷത്തിന് പരിഹാരമായാൽ തുറമുഖ നടത്തിപ്പ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന് കൈമാറണമെന്ന വ്യവസ്ഥയോടാണിത്. വിദേശ വ്യാപാര ഇന്ത്യക്ക് നിർണായകമായ തുറമുഖങ്ങളിലൊന്നാണ് ഇറാനിലെ ചബഹാർ. ഇതുവരെ $12 കോടി ഇന്ത്യ നിക്ഷേപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപാരം സാധ്യമാകുമെന്നതാണ് ചബഹാറിന്റെ പ്രത്യേകത. 2003 ഇന്ത്യ ഇറാന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള തുറമുഖം വികസിപ്പിക്കാൻ തുടങ്ങിയത്. 2024 10 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പിനുള്ള കരാറിനും ഇന്ത്യയും ഇറാനും ഒപ്പിട്ടു. എന്നാൽ ഇറാനെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയതോടെ തുറമുഖത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പിന്നീട് പ്രത്യേക ഇളവോടെയായിരുന്നു പ്രവർത്തനം. ഇത് ഇക്കൊല്ലം ഏപ്രിലിൽ അവസാനിച്ചു. ഇളവ് നീട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല മറുപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തുറമുഖത്തിന്റെ നിയന്ത്രണം താൽക്കാലികമായി ഇറാന് നൽകാൻ ധാരണയായതെന്നാണ് വിവരം. ഇറാനെതിരെയുള്ള US നീക്കങ്ങൾ ഇന്ത്യ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. തുറമുഖ നടത്തിപ്പിന്റെ പേരിൽ ഇന്ത്യൻ കമ്പനികൾക്ക് അനാവശ്യ US ഉപരോധം വിളിച്ചു വരുത്താൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് വിവരം. പൊതുമേഖലാ ബാങ്കുകളെ വിദേശ വ്യാപാര സംവിധാനത്തിൽ നിന്നും പുറത്താക്കുന്ന ത്തിലുള്ള നടപടികൾ US സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് കേന്ദ്ര നീക്കം. ഇറാൻ US യുദ്ധത്തിൽ തുറമുഖത്തിന് കേടുപാടുകൾ സംഭവിക്കാതെ സൂക്ഷിക്കാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ വ്യാപാര യുദ്ധവും ഉപരോധവും പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ഇടപെടലിൽ നിന്ന് ചബഹാർ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഈ വർഷം ഏപ്രിലിൽ ചബഹാറിനെതിരായ ഉപരോധ ഇളവ് US പിൻവലിച്ചു. അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ച ഇന്ത്യ പണമടയ്ക്കൽ ബാധ്യതകൾ നിറവേറ്റിയതിനാൽ തൽക്കാലം അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരു ബ്രീഫിംഗിൽ വിശദീകരിച്ചു. ചബഹാറിനെ സംബന്ധിച്ച് അമേരിക്കൻ പക്ഷം അനുവദിച്ച ഒരു ഇളവുണ്ടായിരുന്നു. അത് കുറച്ചു കാലം മുൻപ് കാലഹരണപ്പെട്ടു. അതിനുശേഷം ഈ വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ബന്ധപ്പെട്ട പങ്കാളികളുമായി ഞങ്ങൾ ചർച്ച നടത്തി വരികയാണ്. നയരൂപകർത്താക്കൾക്ക് ചബഹാറിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല എന്നല്ല ഇതിനർത്ഥം. US-ഉം ഇറാനും തമ്മിൽ സമാധാന കരാറിനായുള്ള ധാരണാപത്രം ഒപ്പുവെച്ചയുടനെ ഇറാനിലെ 700 കിലോമീറ്റർ ചബഹാർ സഹേദാൻ റെയിൽവേ ഇടനാഴി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യ സ്വയം പ്രതിജ്ഞാബദ്ധമാണെങ്കിലും ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയാണിത്. മാത്രമല്ല, ദക്ഷിണ തെക്ക് കിഴക്കൻ ഏഷ്യയുമായുള്ള അവരുടെ ബന്ധത്തിനും വ്യാപാരത്തിനും സഹായകമാകുന്നതിനാൽ നിരവധി മധ്യേഷ്യൻ രാജ്യങ്ങളും ചബഹാർ തുറമുഖ പദ്ധതികളിൽ പങ്കാളികളായി. ചബഹാറിനെ സമീപകാല നാശം തുറമുഖ വികസനത്തിനും അവിടെ ഇന്ത്യയുടെ നിലയ്ക്കും മറ്റൊരു തിരിച്ചടിയാണ്. US ഇറാൻ വെടിനിർത്തലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്: സ്വന്തം താൽപര്യങ്ങൾക്ക് നിർണായകമായത് ചെയ്യാൻ മറ്റുള്ളവരുടെ താൽപര്യങ്ങൾക്കായി ഇന്ത്യക്ക് എന്നേക്കുമായി കാത്തിരിക്കാനാവില്ല. ഷാഹിദ് ബെഹഷ്തി ടെർമിനലിന്റെ വികസനത്തിനായി ചിലവഴിച്ചത് നികുതിദായകരുടെ പണമാണ്. ഉപരോധങ്ങൾ, ഇളവുകൾ, മറ്റത്തരം നിയന്ത്രണങ്ങൾ എന്നിവ കണക്കിലെടുക്കാതെ പദ്ധതിയുമായി എത്രത്തോളം ഇടപഴകാൻ തയ്യാറാണെന്ന് ഇന്ത്യ എത്രയും വേഗം തീരുമാനിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.